നമസ്കാരം. മഠത്തിലെ രുചിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു ഒഴിച്ചൂട്ടാൻ, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ചൂട്ടാനാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ചേമ്പും താളും പപ്പായ ഉപയോഗിച്ചിട്ട് ഒരു സിമ്പിൾ പുളിങ്കറിയാണ് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ആദ്യം അരിഞ്ഞെടുക്കാം. അപ്പോൾ നമ്മുടെ പപ്പായ അല്ലെങ്കിൽ കപ്പങ്ങ, ഞങ്ങൾ കറുത്തുങ്കായ എന്നാണ് പറയുക കേട്ടോ, നുറുക്കിയിട്ട് ഒരു മൺചട്ടിയിലേക്ക് ആക്കിയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഒരു 4-5 പച്ചമുളക് അത്യാവശ്യം എരിയുള്ളതാണ്, കീറിയിട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ കുക്കറിലൊന്നും വെക്കുന്നില്ല കേട്ടോ, ഇത് ആദ്യം അടുപ്പത്ത് കൊണ്ടയ്ക്കാം. ഉപ്പിട്ടിട്ടില്ല കേട്ടോ. ഇതൊന്ന് നന്നായിട്ട് വെന്ത് വരുമ്പോൾ മതി നമുക്ക് ചേമ്പന്താൾ ഇട്ട് കൊടുക്കാം, കാരണം ചേമ്പന്താളിന് വലിയ വേവൊന്നുമില്ല. അപ്പോൾ നമുക്കിത് അടുപ്പത്ത് കൊണ്ടയ്ക്കാം. അതുപോലെ തന്നെ ഞാൻ ചേമ്പന്താൾ അങ്ങനെ ചെറിയ കഷ്ണമായിട്ടാണ് കേട്ടോ അരിഞ്ഞു വെച്ചിരിക്കുന്നത്. ഇത് പെട്ടെന്ന് വെന്തോളും. അപ്പോൾ നമ്മുടെ പപ്പായ അടുപ്പത്ത് കടന്നിട്ട് ഒന്ന് വേവട്ടെ. ഉപ്പിട്ട് കൊടുത്തിട്ടില്ല, ആദ്യം തന്നെ ഉപ്പിട്ട് കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ. ഇപ്പോൾ കണ്ടോ, നമ്മളുടെ കറുത്തുങ്കായ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഒന്നും കൂടി ഉടഞ്ഞ് വേവാനുണ്ട്. കുക്കറിലാണ് നേരിച്ച് കഴിഞ്ഞാൽ വേഗമായിട്ടുണ്ടാവും. ഞാൻ കുക്കറിൽ വെച്ചില്ല, എന്നിപ്പോൾ സമയമൊക്കെ ഉണ്ട്, അത് കാരണം കുക്കറിൽ വെച്ചില്ല. ഇനി നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പ് വേണമെങ്കിൽ പിന്നിടാം, കാരണം ചേമ്പന്താളൊക്കെ കുറേ ഉണ്ട പറഞ്ഞിട്ട് കാര്യമില്ല. അത് ശരിക്കും അങ്ങോട്ട് തിളയ്ക്കുമ്പോഴേക്കും അങ്ങോട്ട് വളരെ കുറച്ചാവും. അപ്പോൾ നോക്കിയിട്ട് വേണം ഉപ്പിട്ട് കൊടുക്കാൻ കേട്ടോ. ഇനി ഒന്നും കൂടി നന്നായിട്ട് ആവട്ടെ. അപ്പോൾ കണ്ടോ, നമ്മുടെ പപ്പായയൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം കണ്ടോ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് നമ്മുടെ ചേമ്പന്താൾ നുറുക്കിയത് കണ്ടോ, കഷ്ണം കുറേ അധികം ഉണ്ട് കണ്ടു കഴിഞ്ഞാൽ. പക്ഷേ ഇത് ഒരു 1/2 ഗ്ലാസ് വെള്ളം അത്ര മതി കേട്ടോ. കഴുകിയതല്ലേ ചേമ്പന്താൾ, അതിൽ നിന്ന് വെള്ളം ഇറങ്ങി വന്നോളും. ഇനി ഒന്ന് അങ്ങോട്ട് അടച്ച് വെച്ച് കൊടുത്താൽ മതി. ഇത് നന്നായിട്ടൊന്നാണ്ട് അമങ്ങണ് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എത്ര കുറച്ച് കഷ്ണം ഉണ്ടാവുള്ളൂ എന്ന് നമുക്ക് കാണാം. നമുക്കൊന്ന് തുറന്ന് നോക്കാം. കണ്ടോ, നമ്മൾ വെള്ളം പോലും വളരെ കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ എന്ന് ആലോചിക്കണം. കണ്ടോ, താളും തണ്ടൊക്കെ നന്നായിട്ട് കഴുകിയിട്ടല്ലേ നമ്മൾ ഇട്ടിരിക്കണം, അത് കാരണം തന്നെ വെള്ളം ഇറങ്ങി വന്നോളും. പക്ഷെ അത് ഈ വെള്ളം ഇതിലേക്ക് വേണം കേട്ടോ. എല്ലാം കൂടി നല്ലൊരു യോജിപ്പായി വരട്ടെ. ഈ സമയത്ത് കുറച്ച് ചതയമുളക്, നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് എരിയുള്ള മുളക് പൊടി ഇടാം. എൻ്റെ വല്ലാത്ത എരിയില്ലാത്ത പച്ചമുളകാണ്, അത്യാവശ്യം എരിണ്ടെങ്കിലും കഷ്ണം ഉണ്ടല്ലോ, അത് കാരണം മാത്രം ഞാൻ ഇട്ട് കൊടുത്താണ്. കുറച്ച് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, കുറച്ചും കൂടി വേണം. ചതയമുളക് കേട്ടോ, ക്രഷ്ഡ് ചില്ലിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ വേണമെങ്കിൽ കുറച്ച് മുളക് പൊടി ഇട്ടോളൂ, കുഴപ്പമില്ല. ഇപ്പോൾ കണ്ടോ, നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം, നല്ലൊരു കണ്ടോ, എല്ലാം കൂടെ നല്ലൊരു യോജിപ്പായിട്ടുണ്ട്. കണ്ടോ, ഞാൻ കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുത്തു കേട്ടോ. കുറച്ചും കൂടി ഉപ്പ് വേണമായിരുന്നു, ഞാൻ നോക്കിയപ്പോൾ. നല്ല യോജിപ്പായിട്ടുണ്ട്. ഇനി കുത്തി ഇളക്കേണ്ട കാര്യമില്ല. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള പുളിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. കണ്ടോ, വെട്ടി തിളയ്ക്കുക എന്നൊക്കെ പറയില്ലേ, ഇതേപോലെ തിളയ്ക്കണം കേട്ടോ. പിന്നെ ഇതിലുള്ള വെള്ളം പാകമായിക്കോളും, കാരണം മൺചട്ടിയല്ലേ. ഈ സമയത്ത് നമ്മൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം. അതോടൊപ്പം തന്നെ ഒരു 1/2 ടീസ്പൂൺ ശർക്കരയുടെ പൊടിയാണ്, ഓപ്ഷനിലാണ്. നിങ്ങൾ ശർക്കരയുടെ അച്ചുണ്ടെങ്കിൽ ഒരു കുഞ്ഞിയെ അച്ചിട്ട് കൊടുത്തോളൂ കേട്ടോ. ഇനി എന്താ നമുക്ക് വേണ്ട അറിയോ, ഒരു ഉഗ്രൻ വറവ്. വറവിലേക്ക് നമ്മൾ കുഞ്ഞുള്ളി ഒരു 8-10 എടുത്തോളൂ. വളരെ ചെറിയതാച്ചാൽ 10-15 എടുത്തോളൂ. അതുപോലെ കടുക്, ഒരു 2 മണി ഉലുവ, വറ്റൽമുളക്, ഇത്രയും ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലാണ് വറുത്തിടേണ്ടത്. അതാണ് ഇതിൻ്റെ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടോ, ഇരുന്നിട്ട് ഇങ്ങനെ തിളച്ചാൽ വെള്ളം പാകമായിക്കോളും ഊണഴിക്കാൻ കാലത്തേക്ക്. ഇനി നമുക്ക് വറവിടാം. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ കളറ് മാറി വരുന്ന ഈ സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് 2-3 വറ്റൽമുളക്. ഇനി ഒന്നായി വരട്ടെ. ഹായ്, എന്തൊരു മണം വരണ അറിയും. അപ്പോൾ നിങ്ങൾ ഈ ചേമ്പും താളുണ്ടെങ്കിൽ ആദ്യം വെക്കേണ്ടത് പുളിങ്കറിയാണ്. കാരണം ചേമ്പും താളിലെ ഏറ്റവും ടേസ്റ്റ്, അതിൻ്റെ ഒറിജിനൽ ടേസ്റ്റ് പുളിങ്കറി ഉണ്ടാക്കിയാലേ കിട്ടുക കേട്ടോ. അവിയിലൊക്കെ നമ്മൾ നാളികേരമൊക്കെ അരയ്ക്കും, അതായത് അതൊന്നുമില്ല, കുറച്ച് പുളി മാത്രമേ നമുക്ക് വേണ്ടുള്ളൂ. ഇതൊന്നും കൂടി ആയി വരട്ടെ കേട്ടോ. എത്ര പരിപാടിയുള്ളൂ, വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് വറുത്തോട്ടാം. ഇതാണ് ഇതിൻ്റെ സ്വാദ് വർദ്ധിപ്പിക്കുന്നത് കേട്ടോ. കഴിഞ്ഞ പരിപാടി ഇത്രയേ ഉള്ളൂ.
അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം, എന്നിട്ട് തീർച്ചയായിട്ടും ഫീഡ്ബാക്ക്സ് അറിയിക്കണേ. കണ്ടോ നമ്മുടെ കപ്പങ്ങ താളി പുളിങ്കറി കണ്ടോ, നല്ല കട്ടിയായിട്ടുണ്ട്. അതേമാതിരി ആവണം കേട്ടോ. നമ്മളെ ഉള്ളിയൊക്കെ നന്നായിട്ട് വറുത്തിട്ടതല്ലേ. ചോറ് വിളമ്പിയിട്ടുണ്ട്. ഇനി ഞാൻ സാധാരണ തൈര് വേണം പുളിങ്കറി കഴിക്കുന്ന സമയത്ത്, അപ്പോൾ കുറച്ച് തൈര് ഇവിടെ വിളമ്പാം. തൈരും കൂടി കൂട്ടിയാലാണ് എനിക്കിഷ്ടം കേട്ടോ. നിങ്ങളെങ്ങനെ വെച്ചാൽ ഉപയോഗിച്ചോളൂ. പിന്നെ ഒരു പപ്പടം ഉരുട്ടാം. എല്ലാവരും കഴിച്ചോളൂ. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്ക് ടാറ്റാ.